നമസ്കാരം. മാരുതി സുസുക്കി തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ മോഡലായ ഇ വിറ്റാരയെ 2025 ജനുവരിയിൽ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. പ്രാദേശിക വിപണിക്കും കയറ്റുമതി ആവശ്യങ്ങൾക്കുമായി സുസുക്കിയുടെ ഗുജറാത്ത് നിർമ്മാണ കേന്ദ്രത്തിലാവും ഇ വിറ്റാര EV ഇന്തോ ജാപ്പനീസ് ബ്രാൻഡ് നിർമ്മിക്കുന്നത്. അടിസ്ഥാനപരമായി ഇ വിറ്റാരയുടെ ബാഡ്ജ് എഞ്ചിനീയറിംഗ് മോഡലായ സുസുക്കി ടൊയോട്ട അർബൻ ഇലക്ട്രിക് SUVയും ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഒരേ ഫാക്ടറിയിൽ നിന്ന് ഇന്ത്യൻ ആഗോള വിപണികൾക്കായി ഈ വിറ്റാര നിർമ്മിക്കപ്പെടും. അതുകൂടാതെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ടൊയോട്ട EVയും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ആദ്യം തന്നെ ഈ വിറ്റാര കമ്പനി അനാച്ഛാദനം ചെയ്തിരുന്നു. ഈ അവതരണത്തിൽ വാഹനത്തിന്റെ മിക്ക സവിശേഷതകളും കമ്പനി വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിരുന്നാലും കാറിന്റെ വില മത്സരാധിഷ്ഠിതമായി നിലനിർത്തുന്നതിനും രാജ്യത്തെ വിപണി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്നതിനും ഇന്ത്യ നിർദ്ദിഷ്ട മാറ്റങ്ങൾ ഉൾക്കൊള്ളുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഇന്ത്യൻ സ്പെക് കാർ പ്രദർശിപ്പിക്കും. വില പ്രഖ്യാപനത്തോടൊപ്പം ഏകദേശം അതേ സമയം തന്നെ ബുക്കിംഗും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ മാസവും ഏകദേശം 1000 യൂണിറ്റ് ഇ വിറ്റാര ഇന്ത്യയിൽ വിൽക്കാനാണ് മാരുതി സുസുക്കി തുടക്കത്തിൽ ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാരുതി സുസുക്കി ഇ വിറ്റാരയുടെ വില 20 ലക്ഷം മുതൽ 25 ലക്ഷം രൂപയ്ക്കിടയിലായിരിക്കും എന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. എന്നിരുന്നാലും മഹീന്ദ്ര BE6, XEV9e എന്നിവയും അവയുടെ സൂപ്പർ കോമ്പറ്റിറ്റീവ് പ്രൈസ് ടാഗുകൾ മറ്റ് ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാതാക്കളെ വിലയുടെ കാര്യത്തിൽ ശരിക്കും അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ വിറ്റാരയെ വളരെ ശ്രദ്ധേയമായ ഒരു ചോയ്സ് ആക്കി മാറ്റുന്ന ഒരു വിലയുമായി വരാനുള്ള സമ്മർദ്ദം വ്യക്തമായും മാരുതി സുസുക്കിയിൽ തന്നെയാണ്. ഇലക്ട്രിക് കാറിന്റെ വില ഏകദേശം 15 ലക്ഷം രൂപയായിരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ചെറുതും എന്നാൽ അതിവേഗം വളരുന്നതുമായ ഇലക്ട്രിക് വാഹന സെഗ്മെന്റിൽ ഗണ്യമായ ഒരു കോളിളക്കം ഉണ്ടാക്കാൻ ഇത് ആവശ്യമാണ്. ഈ വിറ്റാരയുടെ മെക്കാനിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് SUVക്ക് 49 kWh, 60 kWh എന്നിങ്ങനെ 2 ബാറ്ററി പാക്കുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 2 ബാറ്ററി പാക്കുകളുടെയും ഹൈലൈറ്റ് അവ BYDയിൽ നിന്നുള്ള ബ്ലേഡ് ടൈപ്പ് ആണ് എന്നതാണ്. ഇത് വളരെ കരുത്തുറ്റതും ദീർഘകാലം നിലനിൽക്കുന്നതും ഉയർന്ന ഡ്രൈവിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നതുമായ യൂണിറ്റുകളാണ്. സിംഗിൾ ചാർജിൽ ലഭിക്കുന്ന ഡ്രൈവിംഗ് റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ബാറ്ററി പാക്ക് 300 മുതൽ 320 കിലോമീറ്റർ റിയർ വേൾഡ് റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വലിയ ബാറ്ററി പാക്ക് ഈ വിറ്റാരയിൽ 400 കിലോമീറ്റർ റിയലിസ്റ്റിക് റേഞ്ച് നൽകുമെന്നത് പ്രതീക്ഷിക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഇലക്ട്രിക് SUVക്ക് ഒന്നിലധികം പവർ ട്രെയിനുകൾ ലഭിക്കുന്നുണ്ട്. എൻട്രി ലെവൽ യൂണിറ്റ് ഫ്രണ്ട് വീൽ ഡ്രൈവ് സിസ്റ്റത്തോടെയാണ് വരുന്നത്. 142 bhp പവറും 189 Nm ടോർക്കും മോട്ടോർ സൃഷ്ടിക്കുന്നുണ്ട്. ഉയർന്ന പവർ പുറപ്പെടുവിക്കുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ് വേരിയന്റിന് 172 bhp മാക്സ് പവറും 189 Nm ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റവുമായി ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ട്രിമും നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. ഓരോ ആക്സിലും 1 വീതം 2 ഇലക്ട്രിക് മോട്ടോറുകൾ ഇതിലുണ്ട്. ഓൾ വീൽ ഡ്രൈവ് പതിപ്പ് 184 bhp പരമാവധി പവറും 300 Nm ടോർക്കും പുറപ്പെടുവിക്കുന്ന ഈ വേരിയന്റിന് പവർ ഔട്ട്പുട്ട് കണക്കുകളും അതിന്റെ എവിടെയും പോകാനുള്ള കഴിവും കണക്കിലെടുക്കുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും ആവേശകരമായ ഒന്നായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. എന്നിരുന്നാലും ഇവിടെ ഓൾ വീൽ ഡ്രൈവ് കാറുകൾക്കുള്ള കുറഞ്ഞ ഡിമാൻഡ് കണക്കിലെടുത്ത് മാരുതി ഇന്ത്യയിൽ 3 വകഭേദങ്ങളും വാഗ്ദാനം ചെയ്യുമോ എന്നത് കണ്ടറിയണം.